ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിനോദത്തിന്റെ പരിധിയിൽ മാത്രമെന്ന സോഷ്യൽ മീഡിയയിലൂടെ നിർധനർക്ക് കൈത്താങ്ങാകുകയാണ് IPA വാട്സ്ആപ്പ് കൂട്ടായ്മ. പേരിനും പ്രശസ്തിക്കും വേണ്ടി സംഘടനകളുടെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് മാതൃകയാണ് ഇത്തരം കൂട്ടായ്മകൾ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ജിഷ സംഭവത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. ദളിതർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടക്കുന്നതെന്ന് SC/ST ഓർഗനൈസേഷൻ. ദളിതരോടുള്ള പീഡനത്തിനെതിരെ കളക്ടറേറ്റിൽ പ്രതിഷേധ ധർണ. സോഷ്യൽ മീഡിയയിലെ വേറിട്ട കാൽവയ്പ്. ജീവകാരുണ്യ മേഖലയിൽ മാതൃകയായി IPA വാട്സ്ആപ്പ് കൂട്ടായ്മ. വാർത്തകൾ വിശദമായി. ജിഷ സംഭവത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. ഫറോക്കിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ബേപ്പൂർ നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് റാലി ഫറോക്കിൽ നടന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം UDF സർക്കാർ എന്തു ചെയ്തു എന്ന വിലയിരുത്തലിൽ LDF അധികാരത്തിൽ വരണമെന്നത് ജനങ്ങൾ തീരുമാനിച്ചതായി സുഭാഷിണി അലി പറഞ്ഞു. ജിഷ സംഭവത്തിൽ സർക്കാരിന് വീഴ്ച പറ്റി. ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ ശരിയായ നിലപാടല്ല സ്വീകരിച്ചതെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തു പോകണമെന്നും UDF ഭരണകാലത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. What is Women Chandy doing? What is this Women's Commission doing? What is this UDF Women's Commission? They should be made to resign and sit at home. They don't do anything. They don't fight for women. They don't try to protect women. And that is why we have to throw this government out, because women cannot be safe with this UDF government. CPM ഏരിയ സെക്രട്ടറി M. ഗിരീഷ്, പിലാക്കാട്ട് ഷൺമുഖൻ, വാളക്കട ബാലകൃഷ്ണൻ, ബഷീർ കുണ്ടായത്തോട്, എളമ്പിലാശ്ശേരി ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് P. സതിദേവി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ദളിതർക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചിട്ടും രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുതലെടുപ്പ് നടത്തുകയാണെന്ന് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി. വർദ്ധിച്ചുവരുന്ന സംഘടിത ദളിത് പീഡനത്തിനെതിരെ കളക്ടറേറ്റിൽ നടന്ന പ്രതിഷേധ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പെരുമ്പാവൂരിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നാടെങ്ങും പ്രതിഷേധമിരമ്പുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത തുടരുമ്പോൾ വിവിധ സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് നഗരത്തിലെ പ്രതിഷേധങ്ങൾ. വർദ്ധിച്ചുവരുന്ന സംഘടിത ദളിത് പീഡനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. ദളിതർക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചിട്ടും രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുതലെടുപ്പ് നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അക്രമ പരമ്പരകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നടപടി സ്വീകരിക്കാതെ അധികൃതർ നിസ്സംഗത തുടരുകയാണ്. ഇടതു വലതു മുന്നണികളും അക്രമത്തിന് പ്രാധാന്യം നൽകുന്നത് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയാണ്. മറിച്ച് ജിഷയെ പോലുള്ള ഇരകൾക്ക് നീതി ലഭിക്കാനുള്ള നടപടി ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ധർണയിൽ VM ചന്ദ്രിക അജേഷ്, PV ബാലൻ, ശാരദാ ശ്രീധർ, വിദ്യാസാഗർ, തങ്കം പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് റിട്ടയർഡ് ജസ്റ്റിസ് ശാന്തകുമാരിയമ്മ. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾ ബലികഴിക്കപ്പെടുകയാണെന്നും അവർ പറഞ്ഞു. ഭാരതീയ ജനസഭ എന്ന പുതിയ പാർട്ടിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അവർ.
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുറന്തള്ളപ്പെട്ടവരുടെ ദുഃഖവും ദുരിതവും പരിഹരിക്കാൻ ഭാരതീയ ജനസഭ എന്ന പുതിയ പാർട്ടിക്ക് രൂപം നൽകിയതായി കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. നിലവിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം അരക്ഷിതാവസ്ഥയും അസന്തുലിതാവസ്ഥയും നിലനിൽക്കുകയാണ്. പൗരന് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ആദർശങ്ങളും തത്വങ്ങളും കൈകാര്യം ചെയ്യാൻ ആർക്കും കഴിയുന്നില്ലെന്നും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നും പാർട്ടി പ്രസിഡന്റ് റിട്ടയർഡ് ജസ്റ്റിസ് ശാന്തകുമാരി അമ്മ പറഞ്ഞു. സാധാരണ ജനങ്ങളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് ഭരണ സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ ആ ഭരണ സംവിധാനത്തിലേക്ക് ഏത് പാർട്ടി ഭരിച്ചാലും, ഇടതോ വലതോ മധ്യമോ ഏത് ഭരിച്ചാലും, മധ്യ പാർട്ടിയോ ഏത് പക്ഷമോ ഏത് ഭരിച്ചാലും ശരി, നമുക്ക് അതായത് സാധാരണക്കാരന്റെ നീതി നിഷേധിക്കപ്പെടുന്ന, സാധാരണക്കാരനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു അന്ത്യം വരണമെങ്കിൽ സംവരണമല്ല സംരക്ഷണമാണ് വേണ്ടതെന്നും മതേതരത്വമല്ല മതരാഹിത്യമാണ് ആവശ്യമെന്നും സ്ത്രീ പുരുഷ സമത്വത്തിന് പകരം പരസ്പരം ബഹുമാനിക്കലാണ് വേണ്ടതെന്നുമെന്ന ആവശ്യത്തിലൂന്നിയാണ് ഭാരതീയ ജനസഭ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എന്നും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ജീവകാരുണ്യ മേഖലയ്ക്ക് വേറിട്ട ആശയവുമായി വ്യത്യസ്തമാവുകയാണ് ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന വാട്സപ്പ് കൂട്ടായ്മ. രോഗിയും നിർധനയുമായ യുവതിക്ക് പുതുജീവിതം നൽകി മാതൃകയായി 68 പേര് അടങ്ങിയ സംഘം. സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾ പലപ്പോഴും ആർഭാടത്തിനും ആഘോഷത്തിനുമാകുമ്പോൾ വേറിട്ടൊരു ആശയവുമായി മുന്നിട്ടിറങ്ങുകയാണ് ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പ്. 68 പേരടങ്ങിയ ഈ ഗ്രൂപ്പിന്റെ കാരുണ്യത്തിൽ കൊടുവള്ളി ഉളിയാടൻകുന്ന് വീട്ടിൽ സജനയ്ക്ക് തിരിച്ചു കിട്ടിയത് പുതുജീവിതമാണ്. 8 മാസങ്ങൾക്ക് മുൻപാണ് സജനയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തളരുന്നത്. ചികിത്സയ്ക്കും നിത്യവൃത്തിക്കുമായി ഈ കുടുംബം പലരെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നിർധനരായ കുടുംബം ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് ചികിത്സാ ചിലവിനുള്ള പണം കണ്ടെത്തിയത്. ഭീമമായ തുകയായതിനാൽ പിന്നീട് വായ്പ തിരിച്ചടയ്ക്കാനും സാധിച്ചില്ല. ഇതോടെ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് എത്തി. ഈ സാഹചര്യത്തിലാണ് ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IPA വാട്സപ്പ് കൂട്ടായ്മ സഹായഹസ്തവുമായി രംഗത്തെത്തുന്നത്. കൂട്ടായ്മയുടെ സഹായം കൊണ്ട് സജനയുടെ വീടിന്റെ ജപ്തി നടപടികൾ ഒഴിവാക്കി വായ്പ തിരിച്ചടച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ AK ഫൈസൽ, മെഹ്റൂഫ് മണലൊടി, ജലീൽ, ദിലീപ് ആർ പൂവത്തിൽ എന്നിവരാണ് സജനയ്ക്ക് 3,08,000 രൂപയുടെ ചെക്ക് കൈമാറിയത്. വരും തലമുറ ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകയാക്കണമെന്ന് IPA ഗ്രൂപ്പ് മെമ്പർമാർ പറയുന്നു. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇവരെ സജിനൻ്റെ ഒരു കേസ് വന്ന സമയത്ത് അവരുടെ വീട് ഒരു ജപ്തി ഭീഷണിയിലാണ്, ജപ്തി ചെയ്യുന്നുള്ള ഒരു വിവരം കിട്ടിയ സമയത്താണ് നമ്മളിങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വിചാരിക്കുകയാണെങ്കിൽ എല്ലാവരും 5,000 10,000 വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IPA വാട്സപ്പ് ഗ്രൂപ്പ് ബിസിനസ് കൂട്ടായ്മ കൂടിയാണ്. ബിസിനസ് പ്രൊമോട്ടിംഗ്, കാവ്യ കലാഭിരുചികളും പങ്കുവെക്കപ്പെടുന്ന ഇവിടം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉറവിടം കൂടിയാണ്. ഇനിയും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളുടെ സമൂഹത്തിനു കൂടി മാതൃകയാകാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2,500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. എനിക്കിപ്പോൾ 100 വയസ്സായി. എല്ലാ ഇലക്ഷൻ ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്, അതിലും വോട്ട് ചെയ്യും. എല്ലാവരും വോട്ട് ചെയ്ത് നമ്മളെ നാടിനെ നന്നാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമുള്ളത്. എന്റെ വോട്ട് എന്റെ ശബ്ദം. സ്വീപ്, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി.
Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. തീരദേശ മേഖലയായ കുണ്ടുങ്ങലിലെ തീപിടുത്തത്തെ തുടർന്ന് 3 വീടുകൾ കത്തിനശിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 4:45 സംഭവം നടന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 4:45 തീരദേശ മേഖലയായ കുണ്ടുങ്ങലിൽ തീപിടിച്ചത്. 3 വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. സക്കീർ, മുഹമ്മദ് റാഫി, കുഞ്ഞീബി എന്നിവരുടെ വീടുകളാണ് അഗ്നിക്കിരയായത്. സാധനം കീയും കത്തി നശിച്ചൊന്നുമില്ല നശിക്കാൻ. നമ്മള് മാത്രമുണ്ട്. നമ്മൾ കഴിച്ചിലായത് വലിയ കിട്ടണ. കാരണം എന്റെ മോൻ ആ റൂമിൽ കിടന്നെന്ന്, ആ റൂമിൽ നിന്ന് പാതരാക്കി എന്റെ മോൻ എണീച്ചെന്റെ അടുത്ത് വന്ന് കിടന്ന, അതിനെ കൊണ്ട് എന്റെ മോൻ കഴിച്ചിലായത്. നമ്മളും കൂടി ഇതാവൂലേ, അള്ളാഹു എന്തോ ഇതില് കഴിച്ചിലാക്കി പോയതാ നമ്മളെ. ഞമ്മക്കൊന്നുമില്ല, എല്ലാ സാധനം നശിച്ചിക്കണം. ജീവിക്കാൻ ഒരു മാർഗവും കാണില്ല. വലിയൊരു വീടിന്റെ 3 ഭാഗങ്ങളിലായാണ് കുടുംബങ്ങൾ താമസിച്ചിരുന്നത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് സംശയിക്കുന്നു. ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കോഴിക്കോട് ഫയർ സ്റ്റേഷൻ ഓഫീസർ PV വിശ്വാസ്, അസിസ്റ്റന്റ് ഓഫീസർ CK ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ബീച്ച് ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റും മീൻചന്തയിൽ നിന്നുള്ള 1 യൂണിറ്റും നാട്ടുകാരും ചേർന്ന് 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീയണച്ചത്. ഇടുങ്ങിയ റോഡായതിനാൽ ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്താൻ പ്രയാസപ്പെട്ടു. ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായത്. ചെമ്മങ്ങാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നാശനഷ്ടം തിട്ടപ്പെടുത്തുന്നതിനായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാ ട്രഷറി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. KSSPU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രകടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സൗദാമിനിയമ്മ ഉദ്ഘാടനം ചെയ്തു. പുതിയ ശമ്പള പരിഷ്കരണം അനുസരിച്ച് ബാങ്കുകളിലൂടെ വിതരണം ചെയ്യുന്ന പെൻഷൻ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാ ട്രഷറി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. KSSPU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സൗദാമിനിയമ്മ ഉദ്ഘാടനം ചെയ്തു. പുതുക്കിയ ശമ്പള പരിഷ്കരണം അനുസരിച്ചുള്ള പെൻഷനും സാധാരണ ലഭിക്കേണ്ടിയിരുന്ന പെൻഷനുമാണ് ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലഭിക്കാതിരിക്കുന്നത്. 1,70,000 പേർക്കാണ് ഇത്തരത്തിൽ ബാങ്ക് വഴി പെൻഷൻ ലഭിക്കുന്നത്. എന്നാൽ ഏപ്രിൽ 1 മുതൽ യാതൊരുവിധ പെൻഷനും ലഭ്യമായില്ലെന്നും പെൻഷൻ അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം നൽകുമെന്നും KSSPU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ നായർ പറയുന്നു. പെൻഷൻ പുനരേകീകരിക്കേണ്ട ട്രഷറി അധികൃതർ നിസ്സംഗത തുടരുകയാണെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. 16 ബാങ്കുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ കുടിശ്ശികയാണ് 1 മാസമായി നിലച്ചിരിക്കുന്നത്. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയ സർക്കാരും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നാണ് യൂണിയൻ ഭാരവാഹികൾ ആരോപിക്കുന്നത്. ട്രഷറി ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് C. അപ്പുക്കുട്ടി, K. ബാലക്കുറുപ്പ്, A. ഗംഗാധരൻ നായർ, ശശിധരക്കുറുപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജിഷയ്ക്ക് നീതി ലഭിക്കാൻ നാടെങ്ങും പ്രതിഷേധം. നഗരത്തിൽ അഭിഭാഷകരും അധ്യാപകരും ഹനുമാൻ സേനയും കലാസംഘടനകളും വിവിധയിടങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ നടത്തി. ജിഷയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ക്യാൻവാസിൽ കൈപ്പത്തി പതിപ്പിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന ബാർ കൗൺസിൽ അംഗം K. ജയരാജൻ, PM ആതിര, ജോജു സിറിയക്, KP അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഏക സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസും കോഴിക്കോട് ഫേസ്ബുക്ക് കൂട്ടായ്മയും ചേർന്ന് ജസ്റ്റിസ് ഫോർ ജിഷ എന്ന മുദ്രാവാക്യമുയർത്തി ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും മറ്റു പരിപാടികളും നടത്തും. ജിഷയുടെ കൊലപാതക കേസിൽ നീതി നടപ്പാക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുൻ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. RV അബ്ദുള്ള അധ്യക്ഷനായി. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ, സുജാത കൂടത്തിങ്കൽ, P. ഉഷാദേവി, M. മുരളീധരൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. ജിഷയുടെ കൊലപാതകളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഹനുമാൻ സേനയും വനിതാ വിഭാഗവും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വയനാട് ജില്ലാ പ്രസിഡന്റ് KK രാജൻ ഉദ്ഘാടനം ചെയ്തു. M. ഭക്തവത്സലൻ, PTS ഉണ്ണി, OP മാധവൻ, PK പ്രദീപ്, സുമേഷ് പേരാമ്പ്ര എന്നിവർ പ്രസംഗിച്ചു. മനുഷ്യസ്നേഹിയായ കളക്ടറായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച UKS ചൗഹാൻ എന്ന് കോഴിക്കോട് പൗരാവലി അഭിപ്രായപ്പെട്ടു. പൗരാവലി സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ കളക്ടർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. ജില്ലയുടെ സമഗ്ര വികസനത്തിന് അടിത്തറയിട്ട മനുഷ്യസ്നേഹിയായ കളക്ടറായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച UKS ചൗഹാൻ എന്ന് നഗരത്തിലെ പൗരാവലി സംഘടിപ്പിച്ച അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഡൽഹിയിലായിരുന്നപ്പോഴും കോഴിക്കോട്ടെ വിശേഷങ്ങൾ അറിയാൻ കോഴിക്കോട്ടുകാരുമായി സംവദിക്കാനും അദ്ദേഹം ശ്രമിച്ചു. ഉയർന്ന തസ്തികയിൽ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്ന ശ്രീ ചൗഹാൻ സാറിൻ്റെ അകാല നിര്യാണം
നമുക്ക് നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ അധ്യക്ഷം വഹിച്ച യോഗത്തിൽ കളക്ടർ എൻ പ്രശാന്ത്, പി വി ഗംഗാധരൻ, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഡി സാലി, എം രാജൻ, ഭാസി മലാപ്പറമ്പ്, ഡോക്ടർ കെ മൊയ്തു, കമാൽ വരദൂർ, ഡോക്ടർ ആർസു, കെ അനിൽകുമാർ, സി മോഹനൻ, ഡോക്ടർ മനോജ് കാളൂർ, കെ ആനന്ദകനകം, കട്ടയാട്ട് വേണുഗോപാൽ, സി ചാക്കുണ്ണി, പുത്തൂർമടം ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. രുചി വൈവിധ്യങ്ങളുടെ വേറിട്ട കാഴ്ചയൊരുക്കി തേനൂറും മാമ്പഴങ്ങളുമായി കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ മാമ്പഴ പ്രദർശനം ശ്രദ്ധേയമാവുന്നു. രാജ്യത്തെ വിവിധയിനം മാമ്പഴങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. തേനൂറും മാമ്പഴസ്വാദുമായി കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ മാമ്പഴമേള നാവിൽ രുചിവൈവിധ്യം തീർത്ത് നവ്യാനുഭവം പകരുകയാണ്. വലുപ്പത്തിൽ കുഞ്ഞനെങ്കിലും മധുരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചക്കരക്കുട്ടി മുതൽ വലുപ്പത്തിലും രുചിയിലും ഒന്നാമനായ ഗുദാത്തത് വരെയുണ്ട് മേളയിൽ. ഇന്ത്യയിലെ വിവിധയിനം മാങ്ങാ ഇനങ്ങളുടെയും അപൂർവ സങ്കര ഇനങ്ങളുടെയും രുചിഭേദങ്ങളാണ് ഗാന്ധി പാർക്കിലെ മാമ്പഴ പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. പാലക്കാട് മുതലമടയിൽ നിന്നുള്ള മാമ്പഴങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കാർബൈഡോ മറ്റ് രാസവസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാതെ തീർത്തും പ്രകൃതിദത്തമായ രീതിയിലാണ് മാമ്പഴങ്ങളെല്ലാം പഴുപ്പിച്ചെടുക്കുന്നതെന്നും മേളയിൽ നല്ല പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും വിൽപ്പനക്കാരൻ രാധാകൃഷ്ണൻ പറഞ്ഞു. മാമ്പഴങ്ങളിൽ പേരുകേട്ട ഇനങ്ങളായ അൽഫോൺസ, ബങ്കനപ്പള്ളി, മൽഗോവ, ചന്ദ്രക്കാരൻ, പേരക്കമാങ്ങ, അമ്മിണി തുടങ്ങിയവയും പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാവുന്ന തോത്താപുരി, പ്രിയോർ ഇനങ്ങളും മേളയിൽ ലഭ്യമാണ്. മുഗൾ ചക്രവർത്തിമാർ അവരുടെ അരുമസന്താനങ്ങളുടെ പേരിട്ട് ഓമനിച്ച് വളർത്തിയതും സ്വാദിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ജഹാംഗീർ, ഹിമാപസന്ത്, ബനിഷാൻ എന്നീ ഇനങ്ങൾ മേളയിലെ വിഐപികളാണ്. സങ്കര ഇനങ്ങളായ ഹൈബ്രിഡ് 4, 44, 151 എന്നിവയും മേളയിലുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ തളിപ്പറമ്പ് ജില്ലാ കൃഷി ഫാമിൽ ഉൽപ്പാദിപ്പിച്ച തനത് സ്വഭാവമുള്ള വ്യത്യസ്ത ഇനം മാങ്ങായടക്കം 100-ൽ പരം ഇനങ്ങളും ഉണ്ട്. ഒട്ടുമാവിൻ തൈകൾ, സപ്പോട്ട, നെല്ലിക്ക, റംബൂട്ടാൻ, ജാതിക്ക എന്നിവയുടെ ഒട്ടുതൈകളും ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Gemanur International Jewelers. ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ, എൻ്റെ വോട്ട് കൊണ്ട് എന്ത് വ്യത്യാസം ഉണ്ടാവാനാണ്? ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ അറിവിലേക്ക് പറയുക. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് വോട്ടെടുപ്പ്. ഈ ഉത്സവം പൂർണ്ണമാവണമെങ്കിൽ നിങ്ങളുടെ വോട്ട് നിർബന്ധമായും വേണം. നിങ്ങളുടെ ആ ഒരു വോട്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടുത്തെ തീരുമാനങ്ങൾ മാറ്റിമറിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവൂ, നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റും. എൻ്റെ വോട്ട് എൻ്റെ ശബ്ദം. സ്വീപ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. നരേന്ദ്രമോദിക്ക് ശക്തി പകരാൻ കേരളത്തിൽ BJP MLA-മാർ അത്യാവശ്യമാണെന്ന് നടി കവിയൂർ പൊന്നമ്മ. ബേപ്പൂരിൽ സ്ത്രീ ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മക്കൾ വഴിതെറ്റുന്നതിൽ അമ്മമാർക്ക് പങ്കുണ്ടെന്നും അവരെ വളർത്തുന്നതിലെ കുഴപ്പമാണ് അരും കൊലകൾക്കും പീഡനങ്ങൾക്കും കാരണമാകുന്നതെന്നും നടി കവിയൂർ പൊന്നമ്മ.
മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ BC റോഡിൽ നടന്ന സ്ത്രീ ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ഇതുപോലൊരു പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ കിട്ടുമോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കുഞ്ഞുങ്ങളിലേക്ക് ഈശ്വര വിശ്വാസം വളർത്താനുള്ള ഒരു ചിന്ത പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അവരിൽ കുഞ്ഞുങ്ങളിലാണ് ഈശ്വര വിശ്വാസം വളർത്തേണ്ടത്. അപ്പോൾ അടിയുറച്ച ഒരു വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ അവരുടെ ചിന്തകൾ വേറൊരു വഴിക്ക് പോവില്ല. നന്മ വളർത്തണം, അതിനാണ് നാം ശ്രമിക്കേണ്ടത്. മക്കളിൽ ഈശ്വരവിശ്വാസവും നന്മയും വളർത്തിയാൽ ജിഷ സംഭവം നടക്കില്ലെന്നും അവർ പറഞ്ഞു. നരേന്ദ്രമോദിക്ക് ശക്തി പകരാൻ കേരളത്തിൽ BJP MLA-മാർ അത്യാവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഡോക്ടർ ഹേന വർമ്മ അധ്യക്ഷം വഹിച്ചു. ബേപ്പൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ജയപ്രകാശ്, സത്യഭാമ, അഹല്യ ശങ്കർ, ഷൈമ പൊന്നത്ത്, വസന്ത പരമേശ്വരൻ, A. സിദ്ധാർത്ഥൻ, സവിത ഗിരീഷ്, സതീഷ് കുമാർ, അനിൽകുമാർ എന്നിവരും പ്രസംഗിച്ചു. ഇടതുപക്ഷത്തിന് വോട്ട് ചോദിച്ച് നഗരത്തിൽ പുലികളി സംഘമെത്തി. തൃശൂരിൽ നിന്നുള്ള 20ഓളം പുലികളി കലാകാരന്മാരാണ് ഇടതു പ്രചരണത്തിനായി എത്തിയത്. ഇടതുപക്ഷത്തിന് വോട്ട് ചോദിച്ച് നഗരത്തിൽ പുലികൾ ഇറങ്ങി. താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിലാണ് പുലികളിയുമായി പര്യടനം നടത്തിയത്. തൃശൂരിൽ നിന്നുള്ള 20 പുലികളി കലാകാരന്മാരാണ് എത്തിയത്. വടക്കൻ ജാഥ, തെക്കൻ ജാഥ എന്നിങ്ങനെ രണ്ടായി തിരിഞ്ഞായിരുന്നു പ്രചരണം. വാദ്യമേളങ്ങളും അലങ്കാരക്കുടകളും പ്രചരണത്തിന് മാറ്റുകൂട്ടി. പാളയത്തു നിന്ന് ആരംഭിച്ച വടക്കൻ ജാഥ കുന്നമംഗലത്ത് സമാപിച്ചു. പന്നിയങ്കരയിൽ നിന്ന് ആരംഭിച്ച തെക്കൻ ജാഥ റെയിൽവേ സ്റ്റേഷനിൽ സമാപിച്ചു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU സിറ്റി ബ്രാഞ്ചുകൾ LIC ഏജന്റുമാരുടെ കുടുംബസംഗമം നടത്തി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ സിറ്റി ബ്രാഞ്ചുകൾ LIC ഏജന്റുമാരുടെ കുടുംബസംഗമം സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വെച്ചാണ് നടത്തിയത്. ഇൻഷുറൻസ് വ്യവസായങ്ങളെ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിനായി ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഇടതുപക്ഷ കക്ഷികൾക്ക് വോട്ട് നൽകി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ ഏജന്റുമാരും തങ്ങളുടെ കടമ നിർവഹിക്കണമെന്ന് യോഗം തീരുമാനിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ LDF ഗവൺമെന്റുള്ള സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ വ്യവസായത്തെ കൊണ്ടുപോയതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. ആ അനുഭവമല്ല ഇപ്പോൾ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മുടെ വ്യവസായ മന്ത്രി ഏതെങ്കിലും ഒരു സ്ഥാപനം നഷ്ടത്തിലായിട്ടുള്ള സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നത് പോട്ടെ, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ ലാഭകരമായിട്ട് പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. P. വത്സകുമാർ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ കോർപ്പറേഷൻ കൗൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ, LIC ഡിവിഷൻ പ്രസിഡന്റ് PK സദാനന്ദൻ, VT പ്രേംകുമാർ, T. അശോകൻ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയയുടെ രണ്ടാം ഘട്ട പര്യടനം ആരംഭിച്ചു. എളമരം കരീം MLA ബേപ്പൂരിൽ വെച്ച് പര്യടനം ഉദ്ഘാടനം ചെയ്തു. LDF സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയയുടെ രണ്ടാം ഘട്ട പര്യടനത്തിന് കഴിഞ്ഞ ദിവസം തുടക്കമായി. എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തതോടുകൂടിയാണ് പര്യടനം ആരംഭിച്ചത്. തമ്പി റോഡ്, BC റോഡ് വെസ്റ്റ്, ബേപ്പൂർ, കിഴക്കുംപാടം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം മുഹമ്മദ് കോയ പര്യടനം നടത്തി. പിലാക്കാട്ട് ഷൺമുഖൻ, ബഷീർ കുണ്ടായിത്തോട്, P. ജയപ്രകാശൻ, K. രാജീവ്, K. സിദ്ധാർത്ഥൻ, കരുവള്ളി ശശിധരൻ, എടത്തടി രാധാകൃഷ്ണൻ, KP ഹുസൈൻ, PV ശിവദാസൻ എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി. ബേപ്പൂർ ഗോദീശ്വരം ബീച്ച് റിസോർട്ടിൽ മെയ് 8-ന് മാതൃദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഞങ്ങളുണ്ട് കൂടെ എന്ന പരിപാടിയിൽ ജില്ലയിലെ എല്ലാ വൃദ്ധസദനങ്ങളിലെയും അമ്മമാർ പങ്കെടുക്കും. മെയ് 8 ഞായറാഴ്ച ലോക മാതൃദിനമാണ്. സ്നേഹത്തണലൊരുക്കുന്ന അമ്മമാർക്കായി ചെലവഴിക്കാൻ ഒരു ദിനം. കോഴിക്കോട്ടെ ന്യൂജൻ കൂട്ടായ്മയായ കഹൂഡ്സും സാമൂഹ്യ സംഘടനയായ ഫാംസും സംയുക്തമായി ഗോദീശ്വരം ബീച്ച് റിസോർട്ടിൽ അമ്മമാർക്കൊപ്പം മാതൃദിനം ആഘോഷിക്കുന്നു. ഞങ്ങളുണ്ട് കൂടെ എന്ന പരിപാടി ജില്ലാ കളക്ടർ N. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മുടെ സ്ത്രീകൾക്കും അമ്മമാർക്കും കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സുരക്ഷത, അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതിലൂടെ മെസ്സേജ് നമ്മൾ എത്തിക്കുന്നത്.
ജില്ലയിലെ എല്ലാ വൃദ്ധസദനങ്ങളിലെയും അമ്മമാർ ഈ സ്നേഹക്കൂട്ടായ്മയിൽ പങ്കെടുക്കും. നിരാലംബരായ അമ്മമാരുടെ ഒറ്റപ്പെടലിന്റെ വേദനകൾ മറക്കാനാണ് പരിപാടി നടത്തുന്നത്. രാവിലെ 11 മുതൽ 5 മണിവരെ അമ്മമാർക്കായി കലാപരിപാടികളും വിരുന്നും പട്ടം പറത്തലും ഉണ്ടാകുമെന്നും സംഘാടകരായ ഫൈസൽ ജമാൽ, അമൽദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സംവത്സരാഭിഷേക മഹോത്സവത്തിനും ഗണേശ സംഗീതോത്സവത്തിനും തുടക്കമായി. മഹാരുദ്ര യജ്ഞത്തോടുകൂടിയാണ് ഉത്സവങ്ങൾ ആരംഭിച്ചത്. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സംവത്സരാഭിഷേക മഹോത്സവത്തിനും ഗണേശ സംഗീത നൃത്തോത്സവത്തിനും തുടക്കമായി. 7 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവ പരിപാടി മഹാരുദ്രയജ്ഞത്തോടുകൂടിയാണ് ആരംഭിച്ചത്. ക്ഷേത്ര പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മയുടെ കാർമ്മികത്വത്തിൽ നടന്ന യജ്ഞത്തിൽ നിരവധി പുരോഹിതരാണ് പങ്കാളികളായത്. യജ്ഞം 2 ദിവസങ്ങളിലായാണ് നടക്കുക. മെയ് 7, 8, 9 തീയതികളിൽ വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ചതുർവേദ പാരായണവും നടക്കും. തുടർന്ന് ഭക്തജനങ്ങളെ സാക്ഷ്യം നിർത്തി 10-ന് പ്രതിഷ്ഠാദിന പൂജകൾ, സഹസ്രമോദക ഹോമവും നടക്കും. 11-ന് പ്രതിഷ്ഠാദിനം കൊണ്ടാടും. ഗണേശ സംഗീത നൃത്തോത്സവത്തിന്റെ ഭാഗമായി വായ്പാട്ട്, വീണ, കച്ചേരി, ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം തുടങ്ങിയവയും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേറിട്ട കാഴ്ചകൾ ഒരുക്കി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച എക്സ്പോഷർ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. 70ഓളം ഫോട്ടോഗ്രാഫർമാരുടെ 200 ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉള്ളത്. 70ഓളം ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ ഫ്രെയിമുകൾ പറയുന്നത് വ്യത്യസ്തമായ കഥകളാണ്. ഓരോ ചിത്രങ്ങളും അത് വ്യക്തമാക്കുന്നുമുണ്ട്. ലൈറ്റ് സോഴ്സ് ക്യാമറ വാക്കേഴ്സ് എന്ന കൂട്ടായ്മയുടെ ലൈറ്റ് സോഴ്സ് എക്സ്പോഷർ 2016 എന്ന പ്രദർശനത്തിൽ അത്തരത്തിൽ വ്യത്യസ്തമായ കാഴ്ചകൾ പകരുന്ന 200ഓളം ഫോട്ടോകളാണുള്ളത്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച പ്രദർശനത്തെ വ്യത്യസ്തമാക്കുന്നത് പ്രതിച്ഛായ ചിത്രങ്ങളാണ്. കൂട്ടായ്മയിലെ ഓരോരുത്തരും സഞ്ചാരത്തിലൂടെയും ജോലിക്കിടയിലും കണ്ട കാഴ്ചകൾ തന്റെ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. എക്സ്പോഷർ 2016 എന്നാണ് ഈ ഫോട്ടോ പ്രദർശനത്തിൻ്റെ പേര്. 2013 മുതൽ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഞങ്ങൾ കുറേ ഫോട്ടോഗ്രാഫർമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ എക്സിബിഷൻ നടത്തുന്നത്. ഇതിൽ ഈ വർഷം 54 ഫോട്ടോഗ്രാഫർമാർ, ഗ്രൂപ്പിലുള്ള 54 ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോസും അതുപോലെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന തീമിൽ ലൈറ്റ് സോഴ്സ് ഒരു കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത സെലക്ട് ചെയ്ത 16 ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 70 ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ്, ഏതാണ്ട് 200ഓളം ചിത്രങ്ങളാണ് എക്സിബിഷനിലുള്ളത്. പ്രദർശനം RK മനോജ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന ദിനത്തിൽ കൂട്ടായ്മയുടെ വാട്ട് ഈസ് ദ ബെസ്റ്റ് ലൈറ്റ് ഫോർ ഫോട്ടോഗ്രാഫി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നിരുന്നു. 5 ദിവസം നീളുന്ന പ്രദർശനം 9-ന് അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജിഷ സംഭവത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. ദളിതർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടക്കുന്നതെന്ന് SC/ST ഓർഗനൈസേഷൻ. ദളിതരോടുള്ള പീഡനത്തിനെതിരെ കളക്ടറേറ്റിൽ പ്രതിഷേധ ധർണ. സോഷ്യൽ മീഡിയയിലെ വേറിട്ട കാൽവയ്പ്. ജീവകാരുണ്യ മേഖലയിൽ മാതൃകയായി IPA വാട്സപ്പ് കൂട്ടായ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.